ഹായ് അപ്പം ഇന്ന് ഗൈസ് ഇപ്പം സമയം 5:21 അപ്പം കറക്റ്റ് 7:21 ആകുമ്പം നമുക്ക് എത്ര ദൂരം നടക്കാൻ പറ്റും എന്ന് നോക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇതിനോടൊപ്പം സ്ട്രാവയും ഓണാക്കി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് സ്റ്റെപ്പും കൗണ്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ കവർ ചെയ്തു എന്ന് നോക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പോകാം. അങ്ങനെ 11 മിനിറ്റും 35 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ 1 കിലോമീറ്റർ കഴിഞ്ഞു. സോ നമ്മൾ വീണ്ടും നടക്കുക. ഓക്കെ, നോക്കാം നമുക്ക് എത്ര പേർ എത്തുന്നത്. ഇപ്പം സമയം 5:45. നമ്മൾ 2 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 22 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ട്. പിന്നെ നല്ല രീതിക്ക് വേർത്ത് കുളിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല, നമുക്ക് നോക്കണ്ടേ. സോ നമ്മൾ നടന്നിട്ടിപ്പോൾ ഏകദേശം 5:50 ആവാനായി. അപ്പോൾ നമ്മൾ 3 കിലോമീറ്റർ കവർ ചെയ്യാൻ പോവാം. നടക്കാൻ തുടങ്ങിയിട്ട് 33 മിനിറ്റായി. ഇപ്പം 3 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:55. ഇത്ര എണ്ണ നടന്നു പോകുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ഇങ്ങനത്തെ തേങ്ങ എപ്പം തലക്കൊന്നും അറിയില്ല. അവിടെ നോക്കി നടക്കുക. നമ്മുടെ നാട്ടിലെ സ്ഥലത്തിൻ്റെ പേരൊക്കെ കുഴിഞ്ഞടി. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അതായത് ആ റോഡിലെ ഫുള്ള് വണ്ടികളാണ്. അതുകൊണ്ട് നടക്കാൻ വരെയൊക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നീലേശ്വരം പോകുന്ന റൂട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കടന്ന് നോക്കാം. നല്ല വൃത്തിക്ക് വയറിൻ്റെ അടി പിടിച്ചു തുടങ്ങി. പിടിക്കൽ വെച്ചാൽ നല്ല പിടിക്കല. എങ്ങും നടക്കാനിങ്ങനെ, അതായത് നമ്മളെ ബോഡി സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മൾ നടക്കും. നമ്മൾ എന്തായാലും 10 കിലോമീറ്റർ ഫിനിഷ് ചെയ്യും, ഉറപ്പ്. ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ സമയം ഇപ്പം 6:05. സോ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോവാം. ഒരു സ്ഥലം കാണിച്ചു തരാം. നല്ല രസമുണ്ട് ഈ വീടൊക്കെ ആയിട്ട്. കണ്ടോ, രസമില്ലേ? കാണുമ്പോൾ തന്നെ എന്തോ ഒരു രസം. ചെറിയൊരു അബദ്ധം പറ്റി. എന്താ വെച്ചാൽ ഞാൻ വോക്ക് മോഡ് ഇടേണ്ട പകരം റണ്ണിങ് മോഡായിട്ടെ ട്രാവൽ. കുഴപ്പമില്ല, നമുക്ക് നടക്കാം. എന്തായാലും ഇനി എന്തായാലും മാറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. കുഴപ്പമില്ല. ഇപ്പം സമയം 6:07. ഓക്കെ, നമ്മൾ 3-4 കിലോമീറ്റർ അടുത്തായി. ഇത്രയേരം ചളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വെറൈറ്റി ഒരു റൂട്ട് എടുത്തപ്പോൾ കൊള്ളാം. മെല്ലെ നടക്കാം. 1 മണിക്കൂർ ആയിട്ടില്ല. നമ്മൾ 5 കിലോമീറ്റർ കവർ ചെയ്തു നടന്നിട്ട്. അതായത് 1 മണിക്കൂറിന് അടുക്കുന്ന 56 മിനിറ്റേ ഉള്ളൂ. സോ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അതാ ഏതൊരു ട്രെയിനും പോകുന്നുണ്ട്, ഉണ്ടോ? കുറച്ചായി ഇങ്ങനെ ക്ഷീണം വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ 7:21 ആകുമ്പോഴത്തേക്ക് ഫിനിഷ് ചെയ്യും. സമയം 6:00. അപ്പം 6 കിലോമീറ്റർ കഴിഞ്ഞു. ചെറിയൊരു വെള്ളം കുപ്പി വാങ്ങിയിട്ടുണ്ട്. അഥവാ നല്ല രീതിയിൽ ദാഹം തോന്നുകയാണെങ്കിൽ മാത്രം ചെറിയ സിപ്പായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബോഡി തന്നെ ഇതാകുന്നുണ്ട്. കുഴപ്പമില്ല, വലിയ ക്ഷീണമില്ല. എന്നാലും ഇടയ്ക്ക് വയറൊക്കെ പിടിക്കുന്നുണ്ട്. കുറേ ഇല്ലിങ്ങനെയൊക്കെ നടന്നിട്ട്. 6 കിലോമീറ്ററൊന്നും ഞാൻ ഇതുവരെ ഒറ്റ ഇതിൽ നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ റൂട്ടിലാണ്. നമ്മളിങ്ങനെ നടന്നു പോവാം. നിങ്ങൾ ആ കാണുന്നത് വെച്ചാൽ റെയിലാണ്. നമ്മൾ വലിയ കുന്ന് കയറാം. 2 ചെറുതുകൾ വേണ്ട. ഗുഡ് സ്ട്രൈ നോക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കുന്ന. സമയം 7 മണി കറക്റ്റ്. നമ്മൾ 8.5 കിലോമീറ്റർ കഴിഞ്ഞു. 9 കിലോമീറ്റർ ആവും പോകുന്നു. സോ നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് നേരെ ഹൈവേയിലെത്തി. ഇപ്പം ഹൈവേൻ്റെ സർവീസ് റോഡിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിട്ട് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ഷുവറായിട്ടും 10 കിലോമീറ്റർ ആവും.
അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം നടക്കും. ഓക്കെ, നോക്കാം. സമയം 7:07. നമ്മൾ 9 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് 1 കിലോമീറ്റർ. ലെറ്റ്സ് ഗോ. 7:10. ഇനി 11 മിനിറ്റും കൂടി ഉള്ളൂ. നമുക്ക് നോക്കാം ഇതിൽ കവർ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം 9.5 കിലോമീറ്റർ കഴിഞ്ഞു. നമുക്ക് നോക്കാം പറ്റുമോ. നോക്കാം. നമ്മൾ ഇപ്പോൾ സമയം 7:17. നമ്മൾ 10 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. ലെറ്റ്സ് ഗോ. ഇനി വീട്ടിലേക്ക് കിടക്കാം. കുറച്ചേ ഉള്ളൂ. എന്താ ഞാൻ വീട്ടിലെത്തുന്നതിന് കുറച്ച് മുമ്പേ തന്നെ 10 കിലോമീറ്റർ നമുക്കായി. ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ സമയത്തിന് ഒരു 4 മിനിറ്റ് മുമ്പേ നമ്മൾ 10 കിലോമീറ്റർ നടന്നു ഫിനിഷ് ചെയ്തു. കറക്റ്റ് ഇപ്പോൾ 2 മണിക്കൂർ ആവാൻ പോകുന്നു. നമ്മൾ 5:21 കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:19. നമുക്ക് 7:17 10 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി 2 മിനിറ്റും കൂടെ ഉണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഗൈസ്, സ്ട്രാവ യൂസ് ചെയ്താലുള്ള ഗുണം ഇതാണ്, നമുക്ക് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എത്ര ഓടി, നമ്മൾ എത്ര നടന്നു, നമ്മൾ എത്ര ഉയരം കയറി എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും സ്ട്രാവയിൽ തന്നെ. അപ്പോൾ നമ്മൾ 10.16 കിലോമീറ്റർ ഓടി. ഇതിന് നമുക്ക് 1 മണിക്കൂർ 49 മിനിറ്റും 8 സെക്കൻഡും എടുത്തു. അതായത് ഓരോ കിലോമീറ്റർ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റും 44 സെക്കൻഡും എടുത്തു. സോ ഈ എലവേഷൻ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ പോയ റൂട്ടിൽ നമ്മൾ കയറിയ ഉയരത്തിൻ്റെ കണക്കാണ്. അതായത് ആകെ 77 മീറ്റർ ഉയരം നമ്മൾ കയറി. ഏറ്റവും ഉയർന്ന പോയിന്റ് എന്ന് പറയുന്നത് 35 മീറ്റർ. അതായത് മാക്സിമം എലവേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് 35 മീറ്ററിന്ന്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ നടത്തിലെ 11,012 സ്റ്റെപ്സ് നമ്മൾ കവർ ചെയ്തു. സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് സ്ട്രാവയിൽ എൻ്റെ ഫസ്റ്റ് 10K വാക്കാണ്. ഓക്കെ, 10 കിലോമീറ്റർ ഫിനിഷ് ചെയ്ത് പിന്നെ നല്ല ക്ഷീണമുണ്ട്. കാല് നല്ല വേദന ഉണ്ടെന്ന് വെച്ചാൽ, വേദനയല്ല, കാല് അനക്കുമ്പോൾ എന്തോ പോലെ. അതായത് 2-3 ദിവസം മുന്നേ ഞങ്ങൾക്ക് ലെഗ് ഡേ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം അതിൻ്റെ ചെറിയൊരു വേദനയും പിന്നെ ഇന്ന് നടന്നതിൻ്റെ ചെറിയൊരു വേദന. കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പം നടന്ന് വന്നിട്ട് കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം കാല്. ഇല്ലെങ്കിൽ നാളേക്ക് കാലനക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതുവരെ നടക്കാത്ത അത്രയും കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് കാല് സ്ട്രെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, കാലൊക്കെ അങ്ങ് വീങ്ങിയ പോലെ. കുഴപ്പമില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും 10 കിലോമീറ്റർ നടക്കാൻ പറ്റണേ, അല്ലെങ്കിൽ ഓടാൻ പറ്റണം. ഇനി ഓട്ടമാണ് ഞാൻ ഓടാൻ പോകുന്നത്. ഇനി ഇപ്പോഴേ ഇല്ല എന്തായാലും. സോ എപ്പോഴെങ്കിലും നമുക്ക് 10 കിലോമീറ്ററിനേക്കാൾ ഓടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ നടന്നു പോകുമ്പോൾ തന്നെ നല്ല കതപ്പും കാര്യങ്ങളും ടയേർഡും നല്ല രീതിക്ക് ആവുന്നുണ്ട്. ടയേർഡായി നല്ല രീതിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ട്രെച്ച് ചെയ്യാം. കാല് സ്ട്രെച്ച് ചെയ്യണം. അത് സ്ട്രെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നാളത്തേക്ക് നല്ല പെയിനും കാര്യങ്ങളായിരിക്കും. നമ്മൾ ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് സോക്സ് എന്തായാലും ഊരി മാറ്റാം. ഓക്കെ, കാലൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക ഫസ്റ്റ്. നല്ല രീതിക്ക് നമ്മൾ പോകുമ്പം വാംപ്പ് ചെയ്തതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇങ്ങനെ കുറച്ച് കാലും എല്ലാം ഇങ്ങനെ ആക്കുക. അതൊക്കെ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, നാളെ നടക്കാമെന്ന് വെച്ചാൽ നമുക്ക് നാളെ പുറത്തൊക്കെ ഇറങ്ങി നടക്കണമെങ്കിൽ നാളെ അങ്ങനെ പറ്റണമെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഗൈസ്, അപ്പം നമ്മളെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ എല്ലാ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ. കാരണം ഇപ്പം തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വാങ്ങിയ കുപ്പി നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയും ചാടിയിട്ടില്ല. ഓക്കെ, തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിതിനി പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഹരിതകർമ്മ സേനയുണ്ട്, അവർ വരുമ്പോൾ ഇത് കൊടുക്കും. ഓക്കെ, സോ നമ്മൾ വഴിയിലൊന്നും ചാടില്ല. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.
സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.